ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. പക്ഷേ കുറച്ചു കാലമായി ബിസിനസ്സിലല്ല രാഷ്ട്രീയത്തിലാണ് ശ്രദ്ധ അത്രയും. തുടക്കത്തിൽ രാഷ്ട്രീയ ചായ്വും കൂറും ഡെമോക്രാറ്റുകളോടായിരുന്നെങ്കിലും 2 വർഷം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പിൽ ചേക്കേറി. അതിൽ പിന്നെയാണ് തനി രാഷ്ട്രീയ പോരാളിയായി മാറിയത്. ഡെമോക്രാറ്റുകളെ തുരത്താനും അമേരിക്കയെ ശരിയാക്കാനും കച്ചകെട്ടിയിറങ്ങി. അതിനുവേണ്ടി ശതകോടികൾ വാരിയെറിഞ്ഞു. ട്രംപ് വീണ്ടും പ്രസിഡന്റായപ്പോൾ വൈറ്റ് ഹൗസിലും സ്വന്തമായൊരു കസേര വലിച്ചിട്ട് ശരിയാക്കൽ അവിടെയും തുടർന്നു. പക്ഷേ ട്രംപുമായുള്ള ആ ബ്രൊമാൻസിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒട്ടും പ്രവചിക്കാനാകാത്ത 2 മനുഷ്യർ. അവരല്ലെങ്കിലും എത്ര നാൾ അങ്ങനെ മനപ്പൊരുത്തത്തോടെ ഒരേ തോണിയിൽ സഞ്ചരിക്കും? ഒടുവിൽ പ്രസിഡന്റുമായി തെറ്റിപ്പിരിയേണ്ടി വന്നു. ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അയാൾ. അമേരിക്കയിലെ 2 പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ പൊളിച്ചെഴുതുമെന്നാണ് പുതിയ ശപഥം. അതെ, ഇലോൺ മസ്കിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മുന്നിൽ മസ്ക് ഉയർത്തിയിരിക്കുന്ന പുതിയ ഭീഷണി അതാണ്. അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നെന്ന്. സത്യത്തിൽ എന്താണ് മസ്കിന്റെ പ്രശ്നം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2024 US പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിച്ചെടുക്കാനായി $200 മില്യൺ മസ്ക് പൊടി പൊടിച്ചത്. വെറുതെ പണം വാരിയെറിഞ്ഞ് തിരശീലയ്ക്ക് പിന്നിലിരുന്നില്ല. അമേരിക്ക PAC എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നേരിട്ടിറങ്ങി. അമേരിക്കയിലെ പ്രമുഖരായ ടെക് ഭീമന്മാരുടെ പിന്തുണയും അദ്ദേഹം ട്രംപിനായി ഉറപ്പാക്കി. സോഷ്യൽ മീഡിയയിലും തെരുവിലും വോട്ടർമാരെ ക്യാൻവാസ് ചെയ്യാനും ട്രംപിന്റെ കാര്യം സേഫാക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. ഒടുവിൽ വൻ ഭൂരിപക്ഷത്തിന് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ട്രംപ് ഏറ്റവും കൂടുതൽ കടപ്പാട് അറിയിച്ചതും മസ്കിനായിരുന്നു. വിജയപ്രഖ്യാപന വേദിയിൽ മസ്കിനായി പ്രത്യേകം ഒരു ഇരിപ്പിടം അദ്ദേഹം മാറ്റിവെച്ചു. അധികാരമേറ്റപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോജ് എന്ന പേരിൽ പുതിയൊരു വകുപ്പുണ്ടാക്കി. അതിന്റെ തലപ്പത്തും അദ്ദേഹത്തെ പിടിച്ചിരുത്തി. പിന്നീട് 2 പേരും ചേർന്നായിരുന്നു ഭരണം നയിച്ചത്. പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ആ കസേരയിൽ ഇരിക്കുന്നത് മസ്ക് ആണെന്ന് വരെ എതിരാളികൾ ആക്ഷേപിച്ചു. എന്നാൽ ബ്യൂട്ടിഫുൾ മാൻ എന്ന് പറഞ്ഞ് എപ്പോഴും മസ്കിനെ പ്രതിരോധിച്ചു ട്രംപ്. 2 പേരും ചേർന്ന് പുതിയൊരു അമേരിക്ക സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് നിരന്തരം വീമ്പിളക്കി. എന്നാൽ ആ ബ്രൊമാൻസ് 5 മാസത്തിനപ്പുറം പോയില്ല. ജനുവരി 20-ന് ഡോജ് തലവനായി ചുമതലയേറ്റ മസ്കിന് മെയ് 30-ന് പല കാരണങ്ങളാൽ ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. ട്രംപിന്റെ സമഗ്ര നിയമനിർമ്മാണ പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലായിരുന്നു ഇരുവർക്കുമിടയിൽ കല്ലുകടിയായ പ്രധാന വിഷയം. മറ്റൊന്ന്, നാസയുടെ തലവനായി മസ്ക് നിർദ്ദേശിച്ച ജാരേദ് ഇസാക്മാനെ വെട്ടിയ ട്രംപിന്റെ നടപടി. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യപോരിലാണ് കലാശിച്ചത്. മിലിറ്ററി, അതിർത്തി സുരക്ഷ ഉൾപ്പെടെയുള്ള മേഖലയിൽ വൻതോതിൽ ഫണ്ടിറക്കാനുള്ള തീരുമാനം രാജ്യത്തെ കൂടുതൽ സാമ്പത്തികമായി തകർക്കുമെന്നായിരുന്നു മസ്ക് ചൂണ്ടിക്കാട്ടിയത്. പുറത്ത് അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുക പുതിയ ബില്ലിലെ ചില സബ്സിഡി കട്ടുകളായിരിക്കുമെന്നുറപ്പാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും സൗരോർജ്ജ മേഖലയ്ക്കും നൽകിയിരുന്ന സബ്സിഡികൾ നിർത്തലാക്കാൻ പോവുകയാണെന്ന കാര്യം തന്നെയാകും വലിയ പ്രകോപനം. അതിലുള്ള എതിർപ്പ് മസ്ക് പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. EV മേഖലയ്ക്ക് വലിയ തോതിൽ സബ്സിഡി നൽകിയിരുന്നില്ലെങ്കിൽ മസ്കിന് കട പൂട്ടി അങ്ങ് ദക്ഷിണാഫ്രിക്കയിലെ കുടുംബഗൃഹത്തിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതും വെറുതെയല്ല. എന്നാൽ തന്റെ എതിർപ്പിന് കാരണം അത് മാത്രമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രംപുമായി ഇടഞ്ഞതോടെ ഇപ്പോൾ തൊട്ടതും പിടിച്ചതുമെല്ലാം പ്രശ്നമാണ് മസ്കിന്. അങ്ങനെയാണിപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അമേരിക്ക പാർട്ടി എന്ന് അതിന് പേരും നൽകി കഴിഞ്ഞു. ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ബദലായി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി വളർത്തിക്കൊണ്ടുവരികയാണ് മസ്കിന്റെ പദ്ധതി. ദ്വികക്ഷി സംവിധാനത്തിന് പുറത്ത് ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനായി മൂന്നാമതൊരു കക്ഷി ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിന്റെ ട്രില്യൺ കടക്കെണിയിൽ ഇനിയും ബാധ്യതയേറ്റുന്ന ബിൽ പാസാക്കിയാൽ അടുത്ത ദിവസം പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് പ്രഖ്യാപനം. ഒരേ സമയം ട്രംപിനും റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കുമുള്ള വെല്ലുവിളിയാണത്. കഴിഞ്ഞ ജൂൺ 5-ന് മൂന്നാം പാർട്ടി രൂപീകരണത്തിന്റെ അഭിപ്രായം തേടി മസ്ക് എക്സിൽ ഒരു സർവേ നടത്തിയിരുന്നു. 56 ലക്ഷത്തിലധികം യൂസർമാർ പങ്കെടുത്ത പോളിംഗിൽ 80% പേരും പുതിയ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചിരുന്നു. ഈ സർവേയുടെ ഫലം ഉയർത്തിക്കാട്ടിയാണ് മസ്ക് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ ജനങ്ങളിൽ ഭൂരിപക്ഷവും നിലവിലെ 2 പാർട്ടി സമ്പ്രദായത്തിൽ അസംതൃപ്തരാണെന്നാണ് സർവേ ഉയർത്തിക്കാട്ടി മസ്ക് ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റ്സിനും ബദലായി മൂന്നാം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. 1992-ൽ അമേരിക്കൻ ബിസിനസ്മാനായ റോസ് പെറോട്ട് റിഫോം പാർട്ടി രൂപീകരിച്ച് മസ്കിന് സമാനമായൊരു പരീക്ഷണത്തിന് ഇറങ്ങിയിരുന്നു. എന്നാൽ ആ പരീക്ഷണത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1996 ആകുമ്പോഴേക്കും രാഷ്ട്രീയമൊക്കെ വിട്ട് അദ്ദേഹം ബിസിനസ്സിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ഫണ്ടിംഗ് ഘടനയുമെല്ലാമാണ് ദ്വികക്ഷി സമ്പ്രദായത്തിന് പുറത്തു നിൽക്കുന്ന പുതിയ പാർട്ടികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. മസ്കിന്റെ അമേരിക്ക പാർട്ടി യാഥാർത്ഥ്യമാകുമോ എന്നത് ഇനിയും വ്യക്തമല്ല. എന്നാൽ പുതിയ ബില്ലിനെതിരായ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടും
റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും US രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. ട്രംപുമായുള്ള നേർക്കുനേർ പോരാകുമ്പോൾ പ്രത്യേകിച്ചും.